ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ ജോയിക്ക് വേണ്ടിയുള്ള തിരച്ചിലിന്റെ ഭാഗമായി ADRM വിജി മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്ത്. സ്വീകരിക്കാനല്ല, ഞങ്ങൾ പെർമിഷൻ കൊടുക്കാൻ തയ്യാറാണ്. ഇത് 2015-18 കോർപ്പറേഷൻ തന്നെയാണ് ക്ലീൻ ചെയ്തത്. ഞങ്ങൾ പെർമിഷൻ കൊടുത്ത് അവർ ചെയ്തു. ഞങ്ങൾ പെർമിഷൻ കൊടുക്കാൻ റെഡിയാണ്. ഞങ്ങളാണ്, പക്ഷെ അല്ല, ഞങ്ങൾ ഇത് ഈ ഒരു പോസ്റ്റ്, അതായത് ഈ താഴെയുള്ളത് ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഈ രണ്ട് സൈഡും അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇപ്പൊ നടത്തി വരുന്ന എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റിസൾട്ട് കാണുന്നില്ല. ഓക്കെ, ഇനിയിപ്പോ നേവി വരാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. നേവി വരികയാണെങ്കിൽ അവരുടെ ഒബ്സർവേഷനിൽ നമുക്ക് ഈ ഭാഗം പൊളിക്കേണ്ടി വന്നാൽ പൊളിക്കാം. നിങ്ങൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് തരാം, വീഡിയോ കഴിഞ്ഞ് നിങ്ങൾക്ക് തരാം കേട്ടോ. ഒരു സെക്കൻഡ് കേൾക്കുന്നില്ല. മാലിന്യം അവിടെ അടിഞ്ഞു കൂടുന്നത്, അവിടെ അതിന് മാറ്റാൻ പറ്റുന്ന എന്തെങ്കിലും ചെയ്യാൻ റെയിൽവേ കൊണ്ട് പറ്റും? അത് ഞങ്ങൾക്ക് എക്സാമിൻ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് നാരോ പോയിന്റ്സ് വരുന്നുണ്ട്. അതാണല്ലോ ഒരു ഇഷ്യൂ വരുന്നത്. അത് ഞങ്ങൾക്ക് പക്ഷേ ട്രാക്ക് മുകളിൽ കൂടെ പോകുന്നതിന് സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട്, ട്രെയിനിന്റെ ഓപ്പറേഷൻസ് ഇഷ്യൂസ് ഉണ്ട്. അത് ഞങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ ടണൽ വൃത്തിയാക്കാതെ ഈ പറയുന്ന ഒഴുക്ക് ഒരിക്കലും പബ്ലിക് എന്ന രീതിയിൽ ഞാൻ ഇപ്പൊ വന്നാല് ഇവിടെ പൊളിക്കേണ്ടി വന്നാൽ പൊളിക്കാൻ അനുവദിക്കുമോ? പൊളിക്കേണ്ടി വന്നാൽ പൊളിക്കുമോ? റെസ്ക്യൂ നടക്കുമ്പോ തരാം, നിങ്ങൾ പറയാം. നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ അവിടെ തന്നിട്ടുണ്ട്, കോർപ്പറേഷൻ തന്നിട്ടുണ്ട്. അതായത് മേയറും മിനിസ്റ്ററും എല്ലാം ഇന്നലെ പറഞ്ഞ കാര്യം, ഈ റെയിൽവേ പിറ്റിന് താഴെ ഉള്ള ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പലതവണ പെർമിഷൻ ചോദിച്ചിട്ട് റെയിൽവേ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ക്ലീനിങ് നടക്കാത്തതെന്ന് പറയുന്നത്. ഇല്ല, അങ്ങനെയില്ല. ഞങ്ങൾ അങ്ങനെ ലെറ്റർ ഇഷ്യൂ ചെയ്തിട്ടില്ല, അവർ ചോദിച്ചിട്ടുമില്ല. അവർ ഞങ്ങളോട് പറഞ്ഞു ക്ലീൻ ചെയ്യണം എന്ന്. ആക്ച്വലി ഇത് പറഞ്ഞ മാതിരി ക്ലീൻ ചെയ്യണം, ഞങ്ങൾക്ക് പെർമിഷൻ തരണം, അത് അവർക്ക് പെർമിഷൻ തരണം എന്നുള്ള ലെറ്റർ ഞങ്ങൾക്ക് തന്നിട്ടില്ല. അത് തന്നിട്ടുണ്ട്. റെയിൽവേ ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഇല്ല, നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. കിട്ടിയിട്ടില്ല. ഞങ്ങൾ ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ്. 2023 റെയിൽവേ വൃത്തിയാക്കി കൊള്ളാന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്നത്. അതിനുശേഷം പിന്നെ ഇപ്രാവശ്യവും റെയിൽവേ തന്നെ ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. അത് വൈകിയത് കൊണ്ടാണ് ഈ പറയുന്ന പോലെ കളക്ടറേറ്റിൽ നഗരസഭയിൽ നിന്ന് ലെറ്റർ വന്നു എന്നാണ് അവർ പറയുന്നത്. ഇല്ല, അതിപ്പോൾ എപ്പോഴും മൺസൂണിന്റെ തൊട്ട് മുമ്പ് അവരൊരു മീറ്റിംഗ് കൂടാറുണ്ട്, കോർപ്പറേഷൻ മേയറിന്റെ ലെവലും മിനിസ്റ്റർ ലെവലും. ആ സമയത്താണ് അവർ പറഞ്ഞത് ഈ വേസ്റ്റ് റെയിൽവേയുടെ സൈഡിലുള്ള വേസ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്യണം എന്നുള്ളത്. വൈകിപ്പോയില്ല, അത് ഞങ്ങൾ വൈകിപ്പോയിന്ന് പറയാൻ പറ്റത്തില്ല. ഞങ്ങളുടെ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ, ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ബേസിക്കലി ഈ റെയിൽവേയുടെ എന്താ പറയുക, ഈ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ആക്ച്വലി ഇത് കോസ്റ്റിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം ഇതിൻ്റെ ഇടയിലുള്ള ഒരാളിനെ പിടിച്ച് ശരിക്കില്ല. നമ്മൾ ഈ കോസ്റ്റ് എങ്ങനെ എല്ലായിടത്തും ഒഴുകി വരുന്നത് വന്ന് ഡംപ് ചെയ്യുന്നത് ഇവിടെയാണ്. അതെ, ഡംപ് ചെയ്യുന്നത് ഇവിടെയാണ്. ബിക്കോസ് ഞങ്ങളൊരു മെഷ് വെച്ചുകൊണ്ട് ഈ വേസ്റ്റ് അങ്ങോട്ട് പോകുന്നില്ല. സൊല്യൂഷൻ ഇപ്പൊ എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ എന്താ പറ്റിയിരിക്കുന്നു പറഞ്ഞാൽ, മെഷ് ഇച്ചിരി വലിയ ഹോളാണ്, നിങ്ങൾ കണ്ടല്ലോ. ആ മെഷിലൂടെ എല്ലാ പ്ലാസ്റ്റിക് അകത്ത് കയറുന്നുണ്ട്. അതുകൂടെ താഴത്തെയും കുറെ ഇൻക്ലൂഡ് ചെയ്ത് പോയിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ വെള്ളം കംപ്ലീറ്റ് അതിനകത്ത് കയറുന്നത്. പിന്നെ അതിന് ഞങ്ങൾ ഇനി അത് പ്രോപ്പറായിട്ട് ഞങ്ങളിത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ ഡിസിഷൻ എടുത്തിട്ട് അത് പ്രോപ്പർ മെഷ് ഇട്ടിട്ട് താഴത്തെ ഒരു ഇതിലേക്ക്, സോ ദാറ്റ് നമ്മുടെ ഈ അഡീഷണൽ വേസ്റ്റ് പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇവിടെ കയറാതിരിക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. വൈകിയെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളത് ഞങ്ങളത് സാധാരണ മൺസൂൺ ഈ സമയത്തല്ല ചെയ്യുന്നത്, അല്ലേ? മൺസൂണിന് തൊട്ട് മുമ്പാണ് ഞങ്ങളൊരു പറഞ്ഞ മാതിരി ഇത് ഞങ്ങൾ ലാസ്റ്റ് ഇയർ മാത്രം ഫസ്റ്റ് ചെയ്തത്. ഓക്കെ, നമ്മുടെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ട്, ഇത് ആര് ചെയ്യും എന്നുള്ളൊരു ഡിസ്പ്യൂട്ട് ഉണ്ട്.
അപ്പോൾ നമ്മൾ നേരത്തെ ഒരു സ്റ്റാൻഡ് റെയിൽവേ ഹാസ് ടേക്കൺ എ സ്റ്റാൻഡ് ഞങ്ങൾ ചെയ്യില്ല, ഇത് ഞങ്ങളുടെ ഇതല്ല, ബിക്കോസ് ഞങ്ങൾ ഇത് വരുന്നത് വേസ്റ്റ് വരുന്നത് പുറത്തുനിന്നാണ്, സോ കോർപ്പറേഷൻ ഷുഡ് ഡു എന്ന് അതുവരെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു. പക്ഷേ ഞങ്ങൾ ലാസ്റ്റ് ഇയർ മാത്രമാണ് റെയിൽവേ ഇച്ചിരി ഇനിഷ്യേറ്റീവ് എടുത്തത്. പക്ഷേ കോർപ്പറേഷൻ പറയുന്ന ഒരു കാര്യം, നേരത്തെ കോർപ്പറേഷൻ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇത് ചെയ്യാൻ വന്നപ്പോൾ അവർക്കെതിരെ നടപടി എടുത്തു. എവിടെയാണ് നിങ്ങൾ അത് എവിടെയാണെന്ന് കാണിക്കുന്നത്? ഞങ്ങൾക്ക് ഒരു ലെറ്റർ ഞങ്ങൾ ക്ലീൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് നഗരസഭ തന്നിട്ടില്ല. തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ അല്ല, എവിടെയാ അതിന് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ പറയും, ഞങ്ങൾ അന്വേഷിക്കാം. ഞങ്ങൾ അങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് ഓഫീസ്, ഞങ്ങൾ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റാണ് ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റാണ് ചെയ്തത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു എന്താ പറയാ, ഞങ്ങൾ ക്ലീൻ ചെയ്തോളാം, നഗരസഭ ക്ലീൻ ചെയ്തോളാം എന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് വന്നിട്ടില്ല. ഞങ്ങൾ റെഡിയാണ് അവർക്ക് കൊടുക്കാനായിട്ട്, ഞങ്ങളുടെ സൂപ്പർവിഷൻ ചെയ്യുന്നേ ഉള്ളൂ. പ്രാക്ടിക്കൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതിപ്പോ ഈ ഒരു ഞങ്ങളിപ്പോ ഡിസ്കസ് ചെയ്തതിൽ എന്താ നമ്മുടെ ആ ഒരു ഇതുണ്ടല്ലോ, മെഷ് ഉണ്ടല്ലോ, മെഷിനെ നമ്മൾ കുറച്ചൊന്ന് എൻഫോഴ്സ് ചെയ്യാൻ പോവാണ്. ആ മെഷ് നമ്മൾ കണ്ടല്ലോ, ഈ പാർസൽ ഓഫീസ് സൈഡിൽ നിന്ന് വരുന്ന മെഷ് നെറ്റ് ഇച്ചിരി വലിയ നെറ്റാണ്. അതുകൊണ്ടാണ് ഈ വലിയ ഫോഴ്സിൽ വരുമ്പോൾ വെള്ളം മുഴുവൻ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാം നമ്മുടെ ഇങ്ങോട്ട് കയറി വരുന്നത്. സോ അവിടെ ആ മെഷ് ഞങ്ങളൊന്ന് കുറച്ചും കൂടെ പ്രോപ്പർ ചെറിയ മെഷ് ഇട്ട്, സോ ദാറ്റ് ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് അകത്ത് കയറത്തില്ല. പിന്നെ അടിയിലുള്ള ഇറോഷൻ ഉണ്ട്, അതും ഞങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യാൻ പോവാണ്. അപ്പം അറ്റ്ലീസ്റ്റ് എന്നിട്ട് കോർപ്പറേഷൻ എപ്പം വന്നാലും അവർക്ക് ക്ലീൻ ചെയ്യാനുള്ള പെർമിഷൻ റെയിൽവേ കൊടുക്കും. അത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഇതുമില്ല. എന്നിട്ട് ഇപ്പം തന്നെ ഞങ്ങൾ എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ഫുഡ് കൊടുത്തു എല്ലാവർക്കും, എല്ലാ റെസ്ക്യൂ ഓപ്പറേഷൻ ആൾക്കാർക്കും ഞങ്ങളെല്ലാം റെയിൽവേക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം റെയിൽവേ ചെയ്തു. പക്ഷേ തുടക്കത്തിൽ ഈ തൊഴിലാളിയെ കാണാതായി എന്ന് പറഞ്ഞ സമയത്ത് റെയിൽവേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, തൊഴിലാളികൾ വന്ന ശുചീകരണ പ്രവർത്തനത്തിന് കരാർ തൊഴിലാളികൾ വന്നത് അറിഞ്ഞില്ല എന്നാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു മറുപടി എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളത് പറഞ്ഞിട്ടില്ല. അതെവിടുന്ന അതെനിക്കറിയാം, ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ അത് നോർമൽ നമ്മൾ വർക്ക് ഓർഡർ കൊടുത്ത് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങളുടെ കോൺട്രാക്ട് എല്ലാം പറയാൻ പറ്റില്ലല്ലോ. അത് എനിക്കറിയില്ല, അത് എവിടെന്നാ സോഴ്സ് എനിക്കറിയില്ല. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടിരിക്കുന്നു.